ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന സ്ഥിതിയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന സമൂഹ മാധ്യമത്തിൽ സഭയെ തലകുനിപ്പിച്ചു. ആദ്യം നടന്നത് വരിഞ്ഞവിള കത്തനാർ വേളാങ്കണ്ണി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ ലത്തീൻ കത്തോലിക്ക ക്രമത്തിൽ അംശവസ്ത്രം ധരിച്ച് പങ്കെടുത്തു. അത് സഭാവിശ്വാസത്തിന് എതിരായിരുന്നു. പാത്രിയാർക്കീസിൽ നിന്ന് പട്ടമേറ്റ വരിഞ്ഞവിളയ്ക്ക് അത്രയെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. പിന്നീട് ശിവഗിരി തീർത്ഥാടകരെ പള്ളിക്കുള്ളിൽ വിശുദ്ധ മദ്ബഹ തുറന്നിട്ട് ഭജന ചൊല്ലി. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇദ്ദേഹത്തിന്റെ മാനസിക നില ഒന്ന് പരിശോധിച്ചാൽ നല്ലതായിരുന്നു. രണ്ടാമത്തെ സംഭവം നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറി ഷൈജു കുര്യൻ അച്ഛൻ പരസ്യമായി BJPയിൽ അംഗത്വമെടുത്തതാണ്. ആരും ഒരു തടസ്സവും പറയില്ല. അതൊരു പൗരന്റെ അവകാശം തന്നെയാണ്. എന്നാൽ അദ്ദേഹം വഹിക്കുന്ന ആ പദവി പലർക്കും സ്വീകാര്യമാവില്ല. കാരണം ഒന്ന്, നമ്മുടെ സഭയിലെ വിശ്വാസികൾ പല പാർട്ടികളിലെയും അംഗങ്ങളാണ്. രണ്ട്, സഭയുടെ ഒരു ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു അംഗത്വം എടുക്കരുതായിരുന്നു. അച്ഛന്റെ മാതൃക സ്വീകരിച്ച് ഭദ്രാസനത്തിലുള്ള മറ്റു വൈദികരും ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം എടുത്താൽ സഭ എവിടെ എത്തി നിൽക്കും? പിന്നെ സഭയിൽ രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കും അടികൂടുന്നത്. മലങ്കര സഭ നിർണായക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ കൂടെ വൈദികർ കൂടി ഇങ്ങനെ തുടങ്ങിയാൽ സഭയിൽ കലഹമുണ്ടാക്കാൻ പിന്നെ എന്തു വേണം? വൈദികർ സഭയുടെ കാവൽക്കാരാണ്. നിങ്ങളാണ് സഭയിൽ മാതൃക കാണിക്കേണ്ടത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് വിശ്വാസികൾ സഭയോട് അടുക്കേണ്ടത്. ഒരിടവക നന്നായി കൊണ്ടുപോകേണ്ടത് വികാരിയാണ്. എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകണം. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഷൈജു കുര്യൻ അച്ഛൻ പറഞ്ഞു, സഭ പറഞ്ഞാൽ പാർട്ടി മാറാമെന്ന്. എന്തൊരു അസംബന്ധമാണ് അച്ഛൻ പറഞ്ഞത്? സഭയോട്, സഭാ നേതൃത്വത്തോട് ചോദിച്ചിട്ടാണോ അച്ഛൻ ആ പാർട്ടിയുടെ അംഗത്വം എടുത്തത്? അച്ഛന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അംഗത്വം സ്വീകരിച്ചതെന്നാണ് അന്ന് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സഭ പറഞ്ഞാൽ മാത്രമെന്ന് പറയുന്നത് മുട്ടാത്തർക്കമല്ലേ? ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഒരിക്കലും ഇദ്ദേഹത്തോട് പാർട്ടി വിടാൻ പറയരുത്. പറയേണ്ടത് പട്ടത്തം ഉപേക്ഷിക്കാനാണ്. അദ്ദേഹം മുഴുവൻ സമയവും പാർട്ടി പ്രവർത്തകൻ ആയിരിക്കട്ടെ. കൂട്ടത്തിൽ മറ്റു പാർട്ടികളിൽ ചേർന്ന വൈദികരും കുപ്പായം ഉപേക്ഷിച്ച് കാവി ജുബ്ബായും കാവി മുണ്ടും പോലെ അതത് പാർട്ടികളുടെ ഉടുപ്പും മുണ്ടും അത് മെത്രാമാരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ച് പള്ളിയിൽ നിന്നും വിടുതൽ നേടി പോകണം. ഇങ്ങനെ ഏറ്റവും കൂടുതൽ വൈദികരെ പാർട്ടി വേഷം കെട്ടിച്ച് വിടുതൽ സമ്മേളനം കൂടുന്ന മെത്രാപ്പൊലീത്തയ്ക്ക് പ്രത്യേക സമ്മാനം സുന്നഹദോസ് നൽകേണ്ടതാണ്. സഭയെ നാണം കെടുത്തിയ മറ്റൊരു സംഭവമാണ് അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീത്തയിൽ നിന്നുണ്ടായത്. കോളേജ് നിയമനവുമായി ഉണ്ടായ സംഭവം ഇത്രയും വഷളാക്കിയത് അപ്രേം തിരുമേനിയും ഡ്രൈവറുമാണ്. വിശ്വാസികളുടെ ഇടയിൽ നിന്നും എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ഉടനെ ചാടി പുറപ്പെട്ട് പോലീസിൽ കേസ് കൊടുത്ത് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടപ്പിക്കുകയാണോ വേണ്ടത്? അതിനും സഭയെയാണ് കുറ്റപ്പെടുത്തുന്നത്. വിശ്വാസികളുടെ ഇടയിൽ വളരെയധികം ചർച്ചയായ സംഭവങ്ങളാണ് ഇതെല്ലാം. ക്ഷമിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണോ അപ്രേം തിരുമേനി ചെയ്തത്? അപ്രേം തിരുമേനി പോലീസിൽ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? വധഭീഷണി ഉണ്ടോ? ആർക്കെതിരെയാ തിരുമേനി പരാതി കൊടുത്തത്? സ്വന്തം കുഞ്ഞാടുകൾക്കെതിരെയല്ലേ? സ്വന്തം കുടുംബത്തിൽപ്പെട്ട പാത്രിയാർക്കീസുകാരിക്ക് ജോലി കൊടുത്തതും പോരാ, പിന്നെയും മുറുമുറുപ്പ് സ്വന്തം കുഞ്ഞാടുകളോടും. സഭയെ കാർന്നു തിന്നുന്ന ഇത്തരം പ്രവർത്തികളാണ് ദോഷം ചെയ്യുന്നത്. എന്തായാലും സംഭവിച്ചത് തിരുത്തപ്പെടണം. എല്ലാവരും മനുഷ്യരാണ്. തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികം. പക്ഷെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാകുമ്പോൾ ആ തെറ്റുകൾ തിരുത്തപ്പെട്ട് മുമ്പോട്ട് പോകണം. അവിടെ വലിപ്പ ചെറുപ്പം നോക്കരുത്. സഭാ നേതൃത്വം അതിന് മുൻകൈ എടുക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ കൈകോർത്തു പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സഭ തല ഉയർത്തി നിൽക്കും. വിട്ടുവീഴ്ച എന്നത് ആരുടെയും തോൽവിയല്ല. ക്ഷമ എന്നത് വിജയമാണ്. എല്ലാവർക്കും നല്ലതേ ഭവിക്കൂ.